കാനഡയിൽ പരിശീലന പറക്കലിനിടെ ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി ഫ്ലൈയിംഗ് വിദ്യാർത്ഥിയടക്കം 2 പേർ മരിച്ചു. തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കായിരുന്നു അപകടമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തൃപ്പൂണിത്തുറ സ്റ്റാച്യു നൂറോഡ് കൃഷ്ണ എംഡേവ് വണ്ണയിലെ സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥൻ സുകേഷിന്റെയും UST ഗ്ലോബൽ ഉദ്യോഗസ്ഥ ദീപയുടെയും മകനാണ് ശ്രീഹരി. ആശയവിനിമയ സംവിധാനങ്ങളിലെ പിഴവാണ് അപകട കാരണം. കാനഡ സ്വദേശിനിയായ സാവന്ന മേ റോയ്സും അപകടത്തിൽ മരിച്ചു. കാനഡയിലെ മാനിറ്റോബയിൽ ടൈംബാക്ക് സൗത്ത് എയർപോർട്ടിന് സമീപമായിരുന്നു അപകടം. 2 ചെറുവിമാനങ്ങളിലും പൈലറ്റുമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 വിമാനങ്ങളും ഒരേ സമയം ലാൻഡ് ചെയ്യുമ്പോഴാണ് അപകടമെന്നാണ് പരിശീലന കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ചത്. ഇൻസ്ട്രക്ടർ ബന്ധുക്കളെ ബന്ധപ്പെട്ടിരുന്നു. മൃതദേഹം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴി തുടരുകയാണെന്ന് ശ്രീഹരിയുടെ അമ്മാവൻ ദീപേഷ് ചന്ദ്രൻ പറഞ്ഞു. അവർ ഷെയർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അബദ്ധം പറ്റി 2 വിമാനങ്ങൾ ഒരുമിച്ച് വന്നതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ പറഞ്ഞത് 2 ഫ്ലൈറ്റും ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ നോക്കുകയായിരുന്നു. ഈ 2 ഫ്ലൈറ്റും ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചെന്നുള്ള രീതിയിലാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഒന്നിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വന്നു ആ ലാൻഡ് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞത് മുകളിലുള്ള വിമാനത്തിൻ്റെ വീല് താഴത്തുള്ള വിമാനത്തിൻ്റെ ഫ്യൂസലാജിൽ വന്ന് ഇടിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിനുശേഷം ഞാനൊരു കൂടെ ഫ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിയോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു അബദ്ധമൊന്നുമല്ല, ഇത് ഇങ്ങനത്തെ ഒരു മനൂവർ ഈ ഫ്ലൈയിങ്ങിൽ അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. ആ ചെയ്യുന്ന സമയത്ത് എന്തോ സംഭവിച്ചതാണ്. അതിപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. സ്വകാര്യ പൈലറ്റ് ലൈസൻസ് നേടിയ ശ്രീഹരി കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസിനുള്ള പരിശീലനത്തിലായിരുന്നു സാവന്ന. ജനം, കൊച്ചി.